മനസാന്തരപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കള്ളുകൂടി നിർത്തുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഇന്നേ വരെ നിങ്ങൾക്ക് ആശ്വാസം നൽകി തരുവാൻ കഴിയാത്ത, പാപത്തിന് രക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പൗരോഹിത്യങ്ങളും തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ മാത്രമേ സ്വർഗം വിട്ട് വന്നിട്ടുള്ളൂ. അവൻ മാത്രമേ എന്നേക്കും ജീവിക്കുന്നതിനായിട്ടുള്ളൂ. അവനാൽ അത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം അവനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന സൂര്യൻ അവനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അവനെ മാത്രം ആരാധിക്കുക എന്നുള്ള നിയമത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നതാണ് മാനസാന്തരം. അതിനുശേഷം നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ വെള്ളത്തിൽ സ്നാനമേൽക്കണം. അത് യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ മരിപ്പാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന നിയമപുസ്തകം. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടും. അതേ സ്വർഗത്തിനും നാഥനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വരും. അവനെ കല്ലറയിൽ ഉയർപ്പിച്ച് അതേ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മരണത്തെ ജയിക്കത്തുള്ളൂ. ഞങ്ങൾ മരണത്തെ ജയിച്ചവനാണ്. നാളെ കുഴിച്ചിടുന്ന മരണമല്ല. ഇതോടെ കേട്ട് ഞാനിവിടെ നിർത്തുകയാണ്. എന്നാൽ ഇവിടെ യഥാർത്ഥമായിരിക്കുന്ന മരണം എന്താണെന്ന് അറിയാമോ? ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രത്യാശ പറഞ്ഞു തരാം. ഞങ്ങൾ എന്നാണ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ സുവിശേഷന്മാരെ ഇന്ത്യയിലുടനീളം കൊല്ലും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവരെ കൊന്നവന്റെ അവസ്ഥ എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുവിൻ. സുവിശേഷന്മാരെ തല്ലാറുണ്ട്, ഞങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. എന്നാൽ യേശുക്രിസ്തു നാളിൽ അവരുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയും മഹാരാജാവിന്റെ മുമ്പിൽ കണക്ക് തീർക്കുന്ന ആളിൽ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് മാനസാന്തരപ്പെടുത്തുമെങ്കിൽ നമ്മുടെ സകല പാപങ്ങളും അവൻ മായ്ച്ച് നമ്മളെ സൗഖ്യപ്പെടുത്തും. എന്നാൽ നിങ്ങൾ 1000 വർഷം നമ്മൾ അവനോട് കൂടെ ഭൂമിയിൽ വാഴും. 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പറന്നു പോകും.